അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഈ തറവാട്ടിലെ തമ്പുരാട്ടി ആവാനല്ല, തറ തുടയ്ക്കാനും പിന്നെ എന്നെ നോക്കാനുമാ നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നെ. ആ ബോധത്തോടെ വേണം നീ ഇവിടെ ജീവിക്കാൻ. അപ്പൊ എനിക്ക് കണ്ണേട്ടനെ നോക്കണ്ടേ? അവളുടെ ഒരു കണ്ണേട്ടൻ പാതി ഉടലേ ഉള്ളൂ, ബാക്കി ഭാഗം തളർച്ചയാ. നല്ലൊരു ദാമ്പത്യ ജീവിതം പോലും തരാൻ അയാളെ കൊണ്ട് കഴിയില്ല. എന്നാ പിന്നെ താമസിക്കണ്ട, ആ പാലും പഴം എടുത്തു കൊടുക്ക്. കല്യാണ മണ്ഡപം തൊട്ട് കൈതരിച്ച് നിൽക്കുക ഞാൻ. വെറുതെ കരണത്ത് പാട് വീഴിക്കണ്ട. നാളെ മറുവീട് കാണാൻ പോകേണ്ടതാ. ആ സമയത്ത് കരണത്ത് പാടെങ്ങനെയുണ്ടായെന്ന് ആരെ കൊണ്ട് ചോദിപ്പിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അവള് മിടിക്കുക, വീടും മിടിക്കുക. അതുകൊണ്ടാ വന്നത് പുളിങ്കൊമ്പാണെന്ന് കരുതി അവള് ചാടി ഇങ്ങ് പിടിച്ചത്. ബുദ്ധിയുള്ള പെമ്പിള്ളാരങ്ങനെ. മഹാലക്ഷ്മി എത്തിയോ? കൊണ്ടുപോയി കൊടുക്ക. ശരി അമ്മ. അവിടെ നിൽക്ക്. കണ്ണന് ഭർത്താവായി നിലനിർത്തിയിട്ട് നിന്റെ കാമുകനുമായി ബന്ധം തുടരാമെന്നാണോ നിന്റെ ചിന്ത? കാമുകനോ? അല്ല, നിന്നെ പോലെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരുത്തിക്ക് കാമുകന്മാര് കാണുമല്ലോ. അങ്ങനെ ഒരു കാമുകനുണ്ടെങ്കിൽ അവനുമായിട്ട് ബന്ധം കൂടിയിട്ട് എന്റെ കുഞ്ഞിനെ ഒരു കോമാളിയാക്കാനാണോ നിന്റെ പുറപ്പാട്? അതാ ഞാൻ ചോദിച്ചത്. ഞാൻ അത്തരക്കാരിയല്ലമ്മേ. എന്നെങ്ങനെ പറയാൻ പറ്റും? നിന്റെ അച്ഛന്റെ ചിത കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ നിന്റെ അമ്മ നിനക്കൊരു രണ്ടാനച്ഛനെ കൊണ്ടു തന്നില്ലേ? കണ്ണനെ പോലെ ഒരുത്തനെ ഒരു പെൺകുട്ടികളും കല്യാണം കഴിക്കില്ലെന്നാ കരുതിയത്. എന്നാ അതിന് വിരുദ്ധമായിട്ട് ഇവള് സമ്മതം മൂളിയത് സമ്പത്ത് മുന്നിൽ കണ്ടിട്ട് തന്നെയാ. അത് ഉറപ്പല്ലേ? അങ്ങനെയെങ്കിൽ അവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കരുതമ്മേ. ഞാൻ ഈ നെഞ്ചിലൊന്ന് കിടന്നോട്ടെ. നെഞ്ചിന് സ്വാധീനക്കുറവൊന്നുമില്ല. അരയ്ക്ക് മുകളിലോട്ട് എല്ലാം ഓക്കെ.